ഇതെന്താ ബങ്കർ? അത് കുയിമണ. Oh, thanks. Come on. Oh, very interesting. Wow, you are fully into it. Please be comfortable. ചുക്കുവേടെ. I am Philippos John Worky. ഹലോ, Menon sir. CK Menon. എനിക്കറിയാം സാർ. ഓ, സാറിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു എൻ്റെ ഫാദർ ജോൺ വർക്കി. ജോൺ വർക്കി. ജോൺ വർക്കി. ഞാൻ പ്രൊഫസർ നീലകണ്ഠൻ. സാറ് PhD ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജൂനിയർ ആയിരുന്നു. ഓ എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ഫേമസ് ദെൻ, യു നോ, വിത്ത് ഓൾ മൈ ആക്ടിവിറ്റീസ്. അനന്തകൃഷ്ണൻ സുബ്രഹ്മണ്യൻ, ഹരിപ്പാട് സ്വദേശി. അച്ഛൻ സുബ്രഹ്മണ്യൻ അയ്യർ ട്രഷറിയിലെ ക്ലർക്കായിരുന്നു. ചൈൽഡ് പ്രോഡിജി, SSLC ഫസ്റ്റ് റാങ്ക്, 16ാമത്തെ വയസ്സിൽ ഡിഗ്രി പാസ്സായി. 1992 നോബൽ ലോറേറ്റ് ഓല ജോർജിൻ്റെ കൂടെ സൂപ്പർ ആസിഡ്സിനെ കുറിച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. മധുമിത കൃഷ്ണൻ. അച്ഛൻ കൃഷ്ണകുമാർ മെഷീൻ ടൂൾസ് കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. അമ്മ മമത ബക്കറി, പൂനെക്കാരി. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഷീ ഈസ് നോ മോർ. വൺ ഓഫ് ഇന്ത്യസ് എയ്സ് ഗൺ ടെസ്റ്റേഴ്സ്. മൾട്ടിപ്പിൾ ട്രിഗർ മെഷീൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു സൈലന്റ് ബ്രെയിൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെന്നാ കിട്ടിയത്? ഇതൊന്നും ഒരിടത്തും പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ഷൺമുഖൻ ഇളങ്കോവൻ. You can call me Sam. അഡ്വഞ്ചർ ജങ്കി, നേച്ചർ ലവർ. ബേ ഓഫ് ബംഗാൾ ആൻറ്റി ഡ്രഞ്ചിങ് ക്യാമ്പയിൻ 2007 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാൾ. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. அப்படியா? நீங்க அங்க இருந்தீங்களா? Yeah. It was a crazy campaign. Shamsuddin. ഷംസുദ്ദീൻ. ദാ എനിക്കും കിട്ടി കത്ത്. ഓ ചെർപ്പുളശ്ശേരിയിലെ ദ ഫേമസ് സ്ട്രീറ്റ് മജീഷ്യൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ ആക്ട് ചെയ്യുന്നയാൾ. അത് തന്നെ. അപ്പോൾ തനിക്ക് മാജിക് ഒക്കെ അറിയാലേ? ഓ, താനാണ് ആ വട്ടനല്ലേ? വർക്കി പറഞ്ഞിട്ടുണ്ട് അയാളുടെ വട്ടും അമ്മയുടെ പാട്ടും ചേർന്ന ഒരു സഞ്ചാരിയായ മകനുണ്ടെന്ന്. തന്നെ പറ്റി എന്തൊക്കെയാ ഇവര് പറയുന്നറിയോ? സർവൈവലിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, തന്റെ ഓരോരോ എക്സ്പീരിയൻസസ്. മേനോൻ സാറ് പറഞ്ഞത് എല്ലാം ശരിയല്ല. ബ്ലോഗിൽ കുറേയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്. ജംഗിൾ ചൈംസ്, ഡെസേർട്ട് മിക്സ് എന്നൊക്കെ പറയുന്ന സിംഫണീസ് ഉണ്ടാക്കാൻ ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളും മനുഷ്യനുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പലപ്പോഴും പെട്ടുപോയി. കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വന്നു. പക്ഷേ ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും ഞാൻ പോവുമായിരുന്നു. ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുടങ്ങാതെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. വിശന്ന് വലഞ്ഞപ്പോൾ കിട്ടിയ കണ്ണി കണ്ടതൊക്കെ കഴിക്കേണ്ടി വന്നു. അതിൽ ഞാഞ്ഞോളും പുഴുക്കളും ഒക്കെ പെടും. കടൽ കടക്കാൻ ചങ്ങാടം വരെ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാൻ വേഴ്സസ് വൈൽഡിലെ ബെയർ ഗ്രിൽസ് ഇല്ലേ, പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ. അങ്ങനെയാണ് സർവൈവലിസ്റ്റ് എന്ന ടാഗ് വീണത്. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു. ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതോ മൃഗത്തിനെ വെച്ച ഒരു കുരുക്കിൽ പെട്ടു. അവിടുന്നാണ് മലവേടനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് മലവേടൻ എൻ്റെ കോൺസ്റ്റന്റ് ട്രാവൽ കമ്പാനിയനായി. ഞാൻ മൂപ്പണ്ണനും മലവേടൻ മലയുമായി മാറിയത് അങ്ങനെയാണ്. ഞാൻ അതുവരെ കാണാത്തതും അറിയാത്തതുമായ കുറേ കാടുകളിലും മേടുകളിലും മല എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് 7000 കണ്ടിയെക്കുറിച്ച് മല എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു. പിന്നീട് എൻ്റെ മേലെ അത്രയും ഒരു കോൺഫിഡൻസ് ആയ ശേഷമാണ് മല എനിക്ക് ഈ 7000 കണ്ടിയിലേക്കുള്ള സുരക്ഷിതമായ വഴികൾ കാണിച്ചു തന്നതും ഇവിടുത്തെ പല ഹിഡൻ സീക്രറ്റ്സ് പറഞ്ഞു തന്നു.
7000 കണ്ടിയെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുന്നത്. 149 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊട്ടി, സിലോൺ, ഡാർജിലിംഗ് ഒക്കെ ഈ ചായത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് പരുന്തുമുടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷ് കമ്പനിയായ ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ശ്രദ്ധിച്ചത്. നിങ്ങൾ വരുന്ന വഴി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു കാണും അല്ലേ? മാഞ്ചസ്റ്റർ. അത് തന്നെ. അന്ന് 76 രൂപയ്ക്കായിരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ഈ വനത്തിൻ്റെ അധികാരിയായിരുന്ന കോഴിപ്പാറ മനയിലെ ദത്തൻ നമ്പൂതിരിയുമായി 150 വർഷത്തെ ലീസ് വെച്ചത്. ലീസ് പ്രകാരം 150 വർഷത്തിനുള്ളിൽ പരുന്തുമുടി ഒരു ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയോ ആക്കി മാറ്റിയാൽ അത് ലോർഡ് ലിവിങ്സ്റ്റണ് സ്വന്തമാകും. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എഗ്രിമെൻ്റ് തീരാൻ. സോ മുടിഞ്ഞ എന്നാകും? കാർഡ് തിരിച്ച് ഭാരത് സർക്കാരിന് കൊടുക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാർഡ് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അമറൻറ്റൈൻ, ബോക്സൈറ്റ്, ടൈറ്റേനിയം, ക്രോമിയം, അങ്ങനെ ഒരുപാട് റെയർ മിനറൽസും മറ്റ് ജെംസ്റ്റോൺ മിനറൽസും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. മരം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 5 ഹെക്ടറോളം വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ സുപ്രീം കോർട്ടിലെ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ലോയർ വേണുഗോപാലിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ലീസ് എഗ്രിമെൻറ്റിൻ്റെ ചില ഹിഡൻ ക്ലോസസിനെ കുറിച്ച് അറിയുന്നത്. 150 കൊല്ലങ്ങൾ കൊണ്ട് പരുന്തുമുടി ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയാൽ ഒരു 350 കൊല്ലം കൂടെ ലീസ് നീട്ടി കിട്ടും. ഓ, അത് ശരി. അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഈ കോൺട്രാക്ടേഴ്സ്. ഓ, അതാണ് വരുമ്പോൾ பார்த்தேன் லாரியில் மரத்தை வெட்டி எடுத்துகிட்டு போனது. But why are we here, man? 7000 കണ്ടിക്ക് വേണ്ടി. വരുന്ന വഴിക്ക് വേടം പറഞ്ഞിരുന്നു ഈ 7000 കണ്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമല്ലേ? ഓക്കെ, 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ 18 വർഷത്തോളം നീണ്ടു നിന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ കണ്ട ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന ബാനർ. അന്നത്തെ അടുത്തടുത്ത 2 നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാന ഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറേ കാലം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു. എല്ലാ തരത്തിലും നാശം മാത്രം ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് സിംഗാന ഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നി തുടങ്ങിയത്. പറങ്ങോടൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാന ഗൗള യുദ്ധത്തിൽ മുന്നേറി. കോണച്ചേരിയിലെ ജനങ്ങൾ പതുക്കെ അവരുടെ അടിമകളാകാനും തുടങ്ങി. അടിമത്തത്തിൻ്റെ കിണിയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം സ്വീകരിക്കാനാണ് പറങ്ങോടൻ തീരുമാനിച്ചത്. ഭൂതപ്രേത പിശാചുക്കളാലും ദുർമന്ത്രവാദത്താലും അറിയപ്പെട്ടിരുന്ന ഘോരവനമായിരുന്നു പരുന്തുമുടി. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടം. പരുന്തുമുടിയിലേക്ക് പോകുന്നത് മരണതുല്യമായാണ് എല്ലാവരും കണ്ടിരുന്നത്. അടിമത്വത്തിനേക്കാൾ ഭേദം മരണം തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന പറങ്ങോടൻ തൻ്റെ കുടുംബത്തെയും കോണച്ചേരിയിലെ മറ്റ് ആശ്രിതരെയും കൂടെ കൂട്ടി ആ കാട് കയറി. അവരുടെ പിറകെ ഒരു സംഘം നെയ്ത്തുകാരും ഇടയന്മാരും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ പല തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പരുന്തുമുടിയിലേക്ക് ഓടി. എന്നാൽ മരണത്തിന് പകരം പരുന്തുമുടിയിൽ അവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. കാട് മനുഷ്യന് തണലും രക്ഷയും നൽകുമെന്ന് അവർ മനസ്സിലാക്കി. കാടിനുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമമാണ് 7000 കണ്ടി. സിംഗാന ഗൗളയും കോണച്ചേരി നാടും തമ്മിലുള്ള യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ.